എല്ലാ പ്രേക്ഷകർക്കും അസ്രഫ് ഫോർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എന്തുകൊണ്ട് പഴയ അടുപ്പം കാണിക്കുന്നില്ല എന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ആ വ്യക്തിയിൽ അധിഷ്ഠിതമാണ് നിങ്ങൾ. ആ വ്യക്തിയുടെ ഓരോ ചലനങ്ങളും, ആ വ്യക്തിയുടെ ഓരോ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ നിങ്ങളുടേതാക്കിയാണ് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ വ്യക്തിയെ ഒരിക്കൽ പോലും പിരിയാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല. ആ വ്യക്തി നിങ്ങളോട് എത്ര മോശമായി പെരുമാറിയാലും, നിങ്ങളോട് എത്ര തരത്തിൽ ദേഷ്യപ്പെട്ടാലും അതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. മറ്റുള്ളവർക്കുള്ള സ്ഥാനമല്ല ആ വ്യക്തിക്ക് നിങ്ങൾ നൽകിയിരിക്കുന്നത്. ആ വ്യക്തിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നിങ്ങൾ നൽകിയിരിക്കുന്നു. ആ സ്ഥാനം മറ്റാർക്കും നിങ്ങൾ നൽകിയിട്ടുമില്ല. നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ദുഃഖം ഉണ്ടാക്കുന്നത് ആ വ്യക്തി നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോഴും, ആ വ്യക്തി നിങ്ങളോട് സ്നേഹം കാണിക്കേണ്ടത് കാണിക്കാതിരിക്കുമ്പോഴുമാണ്. അപ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണ്. ആ വ്യക്തിയിൽ നിങ്ങൾക്ക് മറ്റൊരു ചിന്തയുമില്ല. നിങ്ങളുടേത് മാത്രമാണ് ആ വ്യക്തി. ആ വ്യക്തിയെ മറ്റാർക്കും വിട്ടു നൽകാനോ ആ വ്യക്തി മറ്റാരുടെയെങ്കിലും ആണെന്നൊന്നും പറയാനൊന്നും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. എന്തിന് ആ വ്യക്തി മറ്റാരോടെങ്കിലും സംസാരിക്കുന്നത് പോലും നിങ്ങൾക്ക് ഇഷ്ടമില്ല. കാരണം ആ വ്യക്തിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണ് എല്ലാ അർത്ഥത്തിലും. ആ വ്യക്തി നിങ്ങളോടൊന്ന് സന്തോഷത്തോടെ ഒരു വാക്ക് സംസാരിച്ചാൽ മറ്റെല്ലാ ദുഃഖങ്ങളും നിങ്ങൾക്ക് വഴിമാറിപ്പോകുന്നു. പിന്നീട് നിങ്ങൾക്ക് ആ വ്യക്തിയെ മാത്രം മതി. മറ്റെല്ലാ പ്രതിസന്ധികളും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. അത്രത്തോളം നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പഴയ അടുപ്പം കാണിക്കുന്നില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യം നിങ്ങൾക്ക് ആ വ്യക്തി കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് തോന്നിയിരുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതലായി അന്വേഷിക്കുകയും നിങ്ങളുമായി കുറേ സമയം ചിലവഴിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ആ വ്യക്തി അത്രത്തോളം അടുപ്പം കാണിക്കുന്നില്ല. എന്തൊക്കെയോ കാരണങ്ങൾ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആ വ്യക്തിയെ പഴയതിലും അപ്പുറമായിട്ട്, അല്ലെങ്കിൽ പഴയതിലും കൂടുതലായിട്ട് സ്നേഹിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ ചില ചിന്തകൾക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നു, സാഹചര്യങ്ങൾക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളിപ്പോഴും ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് ആ വ്യക്തി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ ആ വ്യക്തിയിലെ അകൽച്ച കാണുമ്പോൾ, ആ വ്യക്തി നിങ്ങളോട് അകന്ന് അല്ലെങ്കിൽ അന്യതാ മനോഭാവം കാണിക്കുന്നു. ചില സമയത്ത് നിങ്ങളോട് ദേഷ്യപ്പെടുന്നു. പഴയതുപോലെ നിങ്ങളോട് കാര്യങ്ങൾ പങ്കുവെക്കുന്ന പ്രവണത ഇല്ലാതാകുന്നു. നിങ്ങളെ അകറ്റി നിർത്തുന്ന ഒരു തീരുമാനം ആ വ്യക്തിയിൽ നിന്ന് വരുന്നു. എന്തിനു വേണ്ടിയാണ് ആ വ്യക്തി നിങ്ങളെ അങ്ങനെ അകറ്റി നിർത്തുന്നത്? നിങ്ങൾക്കൊരിക്കലും മനസ്സിലാകുന്നില്ല. നിങ്ങൾ അത്ഭുതം ഉണ്ടായി. മറ്റാരെങ്കിലും ആണോ, സാഹചര്യമാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന ചില പ്രവൃത്തികളാണോ? അതൊക്കെ നിങ്ങൾക്ക് വിഷമമുണ്ടായി. ഏതാണ് എന്താണെന്ന് അറിയാൻ നിങ്ങൾ ഏറെ വിഷമിച്ചിട്ടുണ്ട്. അതിൽ മാറ്റം വരുത്താൻ നിങ്ങൾ തയ്യാറായിരുന്നു. എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റാണ് ഉണ്ടായത്, എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറാണ്. അത്തരത്തിൽ നിങ്ങൾ കാര്യങ്ങളെ കാണുകയും എന്ത് തെറ്റാണ് എൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചതെന്ന് ഒന്നറിയാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് പോലും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ആ വ്യക്തിയോട് പലപ്പോഴും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങളിൽ ഉണ്ടായ മാറ്റം? എന്ത് കാര്യത്തിനാണ് എന്നോട് പഴയതുപോലെ അടുപ്പം കാണിക്കാത്തത്? എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റാണ് ഈ ബന്ധത്തിനെ സംബന്ധിച്ച് സംഭവിച്ചത്? അങ്ങനെ നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നിങ്ങളത് ചോദിക്കുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് നേരിട്ട് കിട്ടില്ല എന്നറിഞ്ഞതുകൊണ്ട് ഏതെങ്കിലും വഴിയിൽ അത് ലഭിക്കുമോ എന്ന് തേടി നടന്നിരുന്നു. പക്ഷേ കൃത്യമായൊരു ഉത്തരം പോലും നിങ്ങൾക്ക് അതിന് ലഭിച്ചില്ല. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും മറച്ചു വെക്കുന്നു. ഒരുപക്ഷെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഒരു മൂന്നാം കക്ഷി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നിരിക്കാം. ആ മൂന്നാം കക്ഷി ഒരുപക്ഷെ ആ വ്യക്തിയോട് നിങ്ങളുമായിട്ടുള്ള ബന്ധം
അല്ലെങ്കിൽ ഈ ഇഷ്ടം മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അതിനൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ ആ മൂന്നാം കക്ഷി അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് ചില തീരുമാനങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞിരിക്കാം. ആ ബന്ധം ഒരുപക്ഷെ ധാർമ്മികതയ്ക്ക് എതിരാണെന്നോ അല്ലെങ്കിൽ ആ ബന്ധത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടാകില്ലെന്നോ അത് ശരിയല്ലാത്ത ബന്ധമാണെന്നോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ളൊരു വ്യാജമായ കാര്യം പറയുകയോ ചെയ്തിട്ടുണ്ടാകാം. അത് ആ വ്യക്തിക്ക് ശരിയെന്ന് ബോധ്യപ്പെടുകയോ അങ്ങനെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അടുക്കണ്ട, ആ പഴയ അടുപ്പം കാണിക്കണ്ട, നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നോ നിങ്ങളെ ഇനിയും നിങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ലെന്നോ ഒരു ചിന്ത ആ വ്യക്തിയിൽ ഉണ്ടായിരുന്നിരിക്കാം. അത് ആ വ്യക്തിയിൽ നിന്നുള്ള അകലം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലുകയാണ് അല്ലെങ്കിൽ നിങ്ങളോട് അടുപ്പം കുറയുകയാണ്, പഴയ അടുപ്പം കാണിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ മാനസികമായിട്ട് നിങ്ങൾക്ക് ധാരാളം വിഷമങ്ങളുണ്ടായി, മാനസികമായിട്ട് നിങ്ങൾക്ക് ദുഃഖമുണ്ടായി. ഏതെല്ലാം സാഹചര്യത്തിലാണോ നിങ്ങൾക്ക് മാനസികമായിട്ട് ദുഃഖം ഉണ്ടായത് അത് ഏറ്റെടുക്കുന്നതിന് അല്ലെങ്കിൽ അത് മൂലം നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത വിഷമമായി, നിങ്ങൾക്ക് ആ വ്യക്തിയോട് ദേഷ്യം തോന്നാൻ തുടങ്ങി. മനസ്സിൽ പഴയ പോലെ മധുരകരമായി സംസാരിക്കാനോ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാനോ നിങ്ങളുടെ ആത്മവിശ്വാസം അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാം ഒരു യാന്ത്രികമായി മാറുകയാണ്. ഒരു വഴിപാടെന്നുള്ള രീതിയിലേക്ക് സംസാരവും മനസ്സ് തുറക്കലും കൂടിക്കാഴ്ചകളും മാറുകയാണ്. ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ ദേഷ്യപ്പെടാനൊക്കെ തുടങ്ങി. അപ്പോൾ ആ വ്യക്തി കൂടുതൽ നിങ്ങളിങ്ങനെയാണോ എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്നു. ഇവിടെ ഏതോ ഒരു തേർഡ് പാർട്ടി, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തേർഡ് പാർട്ടി നിങ്ങളറിയാതെ നിങ്ങളെ വാച്ച് ചെയ്യുകയും നിങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുകയും ഈ ബന്ധം തുടർന്നാൽ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അവർക്കത് മോശമായി മാറും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ കുടുംബത്തിലോ ആ വ്യക്തിയുടെ ജീവിതത്തിലോ വലിയ സ്വാധീനം ലഭിക്കുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ചില ആളുകൾ, നിർഭാഗ്യവശാൽ അത് ആ വ്യക്തിയുമായിട്ട് കുറച്ച് അടുത്ത ആളുകളുമാണ്. ആ വ്യക്തി അവരുടെ വാക്കുകൾ പരിഗണിക്കുന്നതാകാം, അവരുടെ വാക്കുകൾ വിശ്വസിക്കുന്നതാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സിലൂടെ ആ വ്യക്തിയെ എപ്പോഴും കാണുന്നവരാകാം. അവർ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തെ ഏത് വിധേനയും തടയാനും ഏത് വിധേനയും അതിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാനും ഒക്കെ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളത് അത്ഭുതപ്പെടുന്നുണ്ടാകാം ഇങ്ങനൊരു സാഹചര്യം, പക്ഷേ ഇതിൽ മാറ്റം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് സംഭവിക്കും. ഈ നിമിഷത്തിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ കള്ളക്കളികൾ ആ വ്യക്തി മനസ്സിലാക്കും. കാരണം നിങ്ങൾ ദേഷ്യപ്പെടാതെ നിങ്ങൾ മനസ്സിരുത്തി നിങ്ങളുടെ ശക്തിയോട് പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു മൗനം, അതിനുത്തരം ആ വ്യക്തിക്ക് നൽകേണ്ടി വരും. ആ വ്യക്തി അതിൽ നിന്നത് മനസ്സിലാക്കും എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.